RRBJ 2025 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ ഇത് പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട്. അപ്പോൾ RRBJ ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് കുറച്ച് അഡ്വൈസസ് തരാനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ RRBയുടെ എക്സാം, റെയിൽവേ എക്സാംസുകൾ എന്ന് പറയുന്നത് അത് എന്താ പറയുക, മലയാളികളിലേക്ക് അല്ലെങ്കിൽ മലയാളികൾ കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങിയ ഒരു സമയത്ത് തന്നെയാണ് ഞങ്ങളും ഈ ഒരു എക്സാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. RRBയുടെ ALP എക്സാമും RRBയുടെ JE എക്സാമും NTPC എക്സാംസും എല്ലാം വന്നിട്ടുണ്ടായിരുന്നത് 2018-19 സമയങ്ങളിലാണ്. സോ ആ സമയങ്ങളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മലയാളികൾ കൂടുതലായിട്ട് RRB എക്സാംസുകളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. ആ സമയത്ത് ക്ലിയർ ചെയ്തിട്ടുള്ള ആ ഒരു എക്സാംസുകൾ ക്ലിയർ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും അന്ന് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ RRBJ ആ ഒരു എക്സാം വരുന്ന സമയത്ത് ശരിക്കും സിവിൽ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് PSCയിൽ ഒരുപാട് എക്സാംസ് ടെക്നിക്കലി നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു ഗ്യാപ്പ്, അതായത് 2018 ഈ നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ നമുക്ക് വലിയ ഹ്യൂജ് റിക്രൂട്ട്മെൻ്റ് ഒന്നും PSCയിൽ നിന്ന് വന്ന കാര്യം, ഉള്ള ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു, ലിസ്റ്റുകൾ എക്സ്പയർ ആയിട്ടില്ല. അപ്പോൾ ഈ എക്സാംസ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ ടെക്നിക്കലി കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോളജ് ഉണ്ടായതുകൊണ്ട്, ടീച്ചിങ് ഫീൽഡിൽ നിന്നതുകൊണ്ടും അതുപോലെ എക്സാംസ് എഴുതുന്നത് കൊണ്ടും ടെക്നിക്കലി കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ടാണ് ആ സമയത്താണ് RRBJ എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ വന്ന സമയത്ത് CBT 1 എന്ന് പറഞ്ഞാൽ നോൺ ടെക്നിക്കലാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്യാപ്പ് കിട്ടിയ ടൈമിൽ കുറച്ച് നോൺ ടെക്നിക്കൽ പോർഷൻസ്, അതായത് വേറെ എക്സാംസിനും കൂടി വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നോൺ ടെക്നിക്കലും കുറച്ചൊരു ഐഡിയ ഉണ്ടായത് കൊണ്ട് തന്നെ അങ്ങനെയാണ് പഠിച്ചത്. അതായത് CBT 1 പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നോൺ ടെക്നിക്കലും ടെക്നിക്കലും പാരലലി നോക്കി പോയിട്ടാണ് പഠിച്ചിരുന്നത്. സാറും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? എൻ്റെ ഒരു ജേണി പറയാന്നുണ്ടെങ്കിൽ, ഞാൻ 2018 പഠിച്ചിറങ്ങിയ സമയത്ത് ഏത് എക്സാംസ് ആണ് വരുന്നത് എന്നുള്ളത് നോക്കിയ സമയത്ത് PSCയിലൊന്നും അങ്ങനെ ആ ഒരു എക്സാംസുകളൊന്നും വരുന്നില്ല. പിന്നീടാണ് ഇങ്ങനൊരു എക്സാംസിനെ കുറിച്ച് ചില പരസ്യങ്ങൾ അവിടെ ഇവിടങ്ങളൊക്കെ ആയിട്ട് കാണാൻ തുടങ്ങിയത്, RRB എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് അതിനെക്കുറിച്ച് ഒന്ന് കൂടുതലായിട്ട് യൂട്യൂബിലും അതേപോലെ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ RRB എക്സാംസ്, RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടിയിട്ട് ഞാനൊരു ഓഫ്ലൈൻ സ്ഥലത്ത് ഒരു സെൻറ്ററിൻ്റെ ഒരു പരസ്യം കണ്ട് ഞാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്തു, എൻ്റെ പ്രിപ്പറേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. തീർച്ചയായിട്ടും ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗേറ്റിനൊക്കെ പഠിച്ചത് കൊണ്ട് സ്വാഭാവികമായിട്ടും ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ നോൺ ടെക്നിക്കൽ വളരെ വീക്കായിരുന്നു. ഒരു എക്സാംസിനും പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ടാണ് തോന്നിയത്. എസ്പെഷ്യലി ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും രണ്ടും ഒരേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷേ ജനറൽ അവയർനെസ് കുറച്ച് എന്തായിരുന്നു ആ ഒരു സമയത്ത് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ CBT 1 സാറ് പഠിച്ച സമയത്ത് സാറ് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക നോൺ ടെക്നിക്കൽ ആയിരിക്കും. പക്ഷെ ഞാൻ രണ്ടും പാരലൽ ഈക്വലി, അതായത് എന്നാലും എൻ്റെ ഒരു വീക്ക് സൈഡ് എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ തന്നെയായിരുന്നു. ഞാനും നോൺ ടെക്നിക്കൽ തന്നെയായിരുന്നു കൂടുതൽ സമയം കൊടുത്തിരുന്നത്, ടെക്നിക്കലിൽ കുറച്ച് സമയം. പക്ഷേ പാരലലി ടെക്നിക്കലും നോക്കിയിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് CBT 1 CBT 2 ക്വാളിഫൈ ചെയ്യാൻ പറ്റിയത്. തീർച്ചയായിട്ടും ഈ നമ്മൾ CBT 2 ടെക്നിക്കൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഉയർന്ന ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല. ഇപ്പോഴത്തെ നിലവിലെ PSC ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് എഴുതിയ എക്സാംസുകൾ കുറച്ചുകൂടി എന്താണ് ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസുകളല്ല CBT 2 ഉണ്ടായിരുന്നത്. അതെ, CBT 2 നമുക്കിപ്പം PSC ഒക്കെ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് സിമ്പിളായിട്ട് ക്വാളിഫൈ ചെയ്ത് പോകാം. അതായത് PSC എക്സാംസ് ഓറിയന്റഡ്, എസ്പെഷ്യലി കേരള PSCയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏത് സ്റ്റേറ്റ് PSC എക്സാംസിന് ചോദിക്കുന്ന ചോദ്യങ്ങളെക്കാളും നിലവാരം നമ്മുടെ PSC AE എക്സാംസിന് ചോദിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഏതൊരു ഉദ്യോഗാർത്ഥിയും ആ ഒരു ലെവൽ ഓഫ് ഓറിയന്റ് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ഓറിയന്റഡ് ആയിട്ട് വരികയാണെങ്കിൽ CBT 2 ക്വാളിഫൈ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ബിക്കോസ് നമ്മൾ അത്രയും ലെവലിൽ ടെക്നിക്കലി സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ CBT 2 ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് അത്രയും നിലവാരം വരാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ആ ഒരു എക്സാം കുറച്ച് എന്തായാലും ഒരു 5-6 വർഷം കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ആ ഒരു സമയത്ത് എത്രത്തോളം സമയം പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വെക്കാറുണ്ടെന്ന് ഓർമ്മയുണ്ടോ? അത് നമുക്കൊരു 3 to 5 hours എന്തായാലും ഒരു ദിവസം കൊടുക്കണം. അതായത് മിനിമം ആണ് 3 എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് ഇപ്പോഴത്തെ ഒരു ലെവൽ ഓഫ് കോമ്പറ്റീഷൻ വെച്ചിട്ട്. അന്നൊക്കെ 3 ഒക്കെ മതിയായിരുന്നു. പക്ഷെ ഇപ്പം പോരാ. ഇപ്പം 3 എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് മിനിമം, ബേർ മിനിമം ആണ് 3. അതിലും കൂടുതൽ പറ്റുന്ന ഒരു നമ്പർ ഓഫ് അവേഴ്സ് കൊടുക്കും. പിന്നെ അവേഴ്സിലല്ല കൂടുതലും ഫ്രൂട്ട്ഫുൾ ആയിട്ട് എത്ര നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് മെയിൻ തിങ്. അതായത് കണ്ടന്റ് എത്ര കവേർഡ് ആയി പോകുന്നു. എന്തായാലും സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ട്. അതിന് ഏകദേശം നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കണം. ഒരു ടോപ്പിക്ക് പോലും സ്കിപ്പ് ചെയ്യരുത് എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ജസ്റ്റ് പഠിച്ചു പോയത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഈ എക്സാം ക്ലിയർ ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്, ഈ എക്സാമിന് വേണ്ടിയിട്ട് ഒരുപാട് മോക്ക് എക്സാംസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റൻഡ് ചെയ്യാന്ന് വെച്ചാൽ അന്ന് ഓൺലൈനായിട്ടല്ല ഞാൻ അന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മൾ കയ്യിലുള്ള ബുക്കൊക്കെ വെച്ചിട്ട് തന്നെ പ്രീവിയസ് ഇയർ എക്സാംസുകളുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് അത്തരം മോക്ക് എക്സാംസുകൾ ടൈം ലിമിറ്റ് വെച്ചിട്ട് തന്നെ ചെയ്യാറുണ്ടായിരുന്നു. കാരണം അത് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇപ്പോൾ നിലവിൽ എന്താണ്, ഒരുപാട് ഇപ്പോൾ എൻട്രിയുടെ തന്നെ മോക്ക് ടെസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ റെയിൽവേയുടെ അതേ ടൈം ലിമിറ്റിൽ അതേ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസുകൾ
എക്സാംസുകളാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് തീർച്ചയായിട്ടും നമ്മൾ തന്നെ സെൽഫായിട്ട് അത്തരം മോക്ക് എക്സാംസുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളത്, നമ്മൾ സ്കോർ എവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനീഷ്യലി നോക്കിയ സമയത്ത് ഒരുപാട് നെഗറ്റീവുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എക്സാമിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, സ്കോർ ഒരു ലെവലിനപ്പുറത്തേക്ക് ഉയർത്താൻ പറ്റുന്നില്ല. പക്ഷേ അത് പതിയെ അത് മാറി വരുന്നുള്ളത് തന്നെയാണ് ഇത്തരം എക്സാംസുകളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സോ മോക്ക് എക്സാംസുകൾ എന്ന് പറയുന്നത് ഈ ഒരു RRB എക്സാംസിലെ ഒരു ലെവൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. മോക്ക് എക്സാംസ് എഴുതുന്ന സമയത്ത് നമ്മുടെ ടേബിളിൽ, ഞാനൊക്കെ മോക്ക് എക്സാം എഴുതുന്ന സമയത്ത് ടേബിളിൽ ബുക്സ് ഒന്നും വെക്കാറില്ല. ജസ്റ്റ് ഒരു OMR ഷീറ്റ് പോലെ വെച്ചിട്ട് ടൈമർ സെറ്റ് ചെയ്ത് തന്നെയായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ശരിക്കും നമ്മൾ എക്സാമിൻ്റെ ആ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം നെഗറ്റീവ് ഇല്ലാതെ ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു, നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ഈ മിസ്റ്റേക്സ് അല്ലെങ്കിൽ എക്സാം ഹോളിൽ പോയിരുന്ന് വരുത്തും. അത് നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ആ എക്സാംസ് വരാൻ പോകുന്ന മിസ്റ്റേക്സ് മനസ്സിലാക്കി ഇവിടെ വെച്ച് റെക്ടിഫൈ ചെയ്ത് നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സംവോട്ട് പെർഫെക്റ്റ് ലെവലിൽ നമുക്ക് എക്സാം ഹോളിലേക്ക് പോകണം എന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ തിയറി മാത്രം പഠിച്ചത് കൊണ്ട് കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് എങ്ങനെയാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ ആ ഒരു രീതി തന്നെയായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ. ഇപ്പോൾ നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുകയാണ്, ഇപ്പോൾ ബോർഡ് മാസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അങ്ങനെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്ന് ഏതെല്ലാം വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതെല്ലാം ചെയ്ത് പ്രാക്ടീസ് ചെയ്യലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു തിയറി പഠിച്ചു പോകുന്ന ഒരു രീതിയിലായിരുന്നില്ല പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, തിയറി അല്ല, നമ്മൾ തിയറി തീർച്ചയായിട്ടും നമ്മൾ ബേസിക്സ് സ്ട്രോങ് ആക്കണം. അത് കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺസെപ്റ്റ് ബിൽഡ് ചെയ്യേണ്ടത്, റിവൈസ് ചെയ്യേണ്ടത്. റിവിഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിവിഷൻ പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നു. റിവിഷൻ പ്രോസസ്സിൽ മെയിൻലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, എക്സാം അടുക്കുന്ന ഒരു സമയത്ത് നമ്മൾ എത്ര ടൈം ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തെടുക്കുന്നു, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എത്രത്തോളം പ്രാക്ടീസ് എല്ലാ ദിവസവും. ഇപ്പം നമ്മൾ ആദ്യം പഠിക്കുന്ന സമയത്ത് ഒരു 5 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ എക്സാം എടുക്കുന്ന സമയത്ത് ഈ 5 മണിക്കൂറേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളെങ്കിൽ അതിൽ 1 മണിക്കൂർ നിർബന്ധമായും പ്രാക്ടീസിന് വേണ്ടി മാറ്റി വെക്കുക. എല്ലാ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. തെറ്റിക്കോട്ടെ, ആദ്യം തെറ്റും, പക്ഷെ ആ തെറ്റുകളിൽ നിന്നാണ് പിന്നെ മിസ്റ്റേക്സ് നിങ്ങൾ ട്രാക്ക് ചെയ്യുക. എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്സ് കൂടുതലും വരുത്തുന്നത്, ആ മിസ്റ്റേക്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് റെക്ടിഫൈ ചെയ്യാനുള്ള മെഷേഴ്സ് എടുത്തേ മതിയാവും. പിന്നെ സ്വാഭാവികമായിട്ടും ഈ എക്സാം പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഓരോരുത്തരും അത് ഫേസ് ചെയ്യുന്നുണ്ടാവും. അതായത് ഒരു പക്ഷേ ഇപ്പം ഞാൻ ഈ എക്സാം പ്രിപ്പറേഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു ഓൾറെഡി 2018 സോ ആ ഒരു സമയത്ത് കൂടെയുള്ള ആളുകളൊക്കെ എന്താണ് പല ജോലികളിലുമായിട്ട് പ്രവേശിക്കുന്ന സമയമാണ്. പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും IT ഫേംസിലാണെങ്കിലും അതേപോലെ തന്നെ വിദേശത്ത് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ പല ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പഠിച്ചിറങ്ങിയ ശേഷം ജോലി ആയിട്ടില്ലേ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അത്തരം ക്വസ്റ്റ്യൻസുകൾ കേൾക്കുന്ന ദിവസം വളരെയധികം മൂഡ് ഓഫ് ആയിരിക്കും. പ്രിപ്പറേഷൻ ഒന്നും നമുക്ക് കഴിയില്ല. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ മൈൻഡിലുണ്ട് തീർച്ചയായിട്ടും നമ്മളൊരു വലിയ എയിമോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും അത് ക്രാക്ക് ചെയ്തെടുക്കണം എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ആ ഒരു സമയത്ത് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മുന്നിൽ വന്ന ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ RRB എക്സാം, അതിൽ ആദ്യത്തെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമാണ് ഞാൻ ആദ്യത്തെ തവണ തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ RRB ജെയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ കൂടെ വന്ന ആദ്യത്തെ എക്സാം എന്നുള്ള നിലയിൽ RRB ALP എക്സാം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരു കോൺഫിഡൻസ് നമ്മൾ എന്തായി അടുത്ത ലെവലിലേക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചു. ഇതുപോലെ തന്നെ നിങ്ങൾക്കും ഇതൊരു ഇൻസ്പയറിങ് ആയിട്ട് മാറണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രിപ്പറേഷൻ്റെ സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആക്ച്വലി അത് വർക്ക്ഔട്ട് ആയതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പം എൻ്റെ കേസിൽ എടുക്കുവാണെങ്കിലും JEE എക്സാം ഫസ്റ്റ് ടൈം തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റി. CBT 1 റിസൾട്ട് വന്നപ്പോൾ അത്യാവശ്യം മാർക്സ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ CBT 2 സമയത്ത് ആക്ച്വലി എനിക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ CBT 1 CBT 2 ഇടയ്ക്ക് ഗ്യാപ്പ് വളരെ കുറവായിരുന്നെങ്കിൽ പോലും ആ സമയം എനിക്ക് റിവിഷൻ മാത്രമേ ആക്ച്വലി ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ലെവലിൽ നിങ്ങൾ എത്തിക്കണം. CBT 1 റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നെയുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവിഷന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ റിവിഷൻ ടൈമിൽ നിങ്ങൾ എത്രത്തോളം റിവൈസ് ചെയ്യുന്നു, എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, അതായിരിക്കും CBT 2 നിങ്ങളുടെ സ്കോറായിട്ട് ഔട്ട് കിട്ടുന്നത്. ശരിക്കും അന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് മിസ് തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഫസ്റ്റ് ടൈം ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലേ. അതായത് ഒരു സെക്കൻഡ് ചാൻസ് കിട്ടണമെങ്കിൽ പിന്നീട് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 6 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് എന്ത് ചെയ്തിട്ടുള്ളത്, വീണ്ടും ഒരു നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അന്നൊരു സെക്കൻഡ് ചാൻസിനുള്ള പോസിബിലിറ്റി പോലും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഡു ഓർ ഡൈ എന്നുള്ള രീതിയിൽ തന്നെയാണ് അന്ന് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം നോട്ടിഫിക്കേഷൻ ഉണ്ട്, ഇത്തവണ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നെക്സ്റ്റ് ഇയറിലും വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജി എപ്പോഴും എങ്ങനെ ആയിരിക്കണം,
ചെയ്യണം, ഒരു ഡു ഓർ ഡൈ സ്ട്രാറ്റജി തന്നെയാണ് നല്ലത്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ വ്യത്യാസം മനസ്സിലായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നതും ഈ പ്രാവശ്യം നല്ല വേക്കൻസിയിലുള്ള കുറവ്. അതുപോലെ തന്നെ കട്ട് ഓഫിന്റെ വാല്യൂ കൂടും. അത് വേക്കൻസി കുറവാണെങ്കിൽ ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എണ്ണം കൂടുതലാണെങ്കിൽ ഓഫ് കോഴ്സ് എക്സാം ടഫ് ആവാനും കട്ട് ഓഫ് കൂടുതലാവും. അല്ലെങ്കിൽ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടെങ്കിൽ കട്ട് ഓഫ് കോഴ്സ് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഇപ്പം നിലവിൽ വേക്കൻസീസ് കുറവാണെന്നുള്ള കൺസേൺ ഉള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം, അതായത് തീർച്ചയായിട്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വന്ന എക്സാമാണ്. അതുകൊണ്ട് തന്നെ ഈ എക്സാമിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം ഓൾറെഡി എന്ത് ചെയ്ത് കഴിഞ്ഞു, ക്ലിയർ ചെയ്ത് അവിടെ കയറി കഴിഞ്ഞു. പിന്നെ വേക്കൻസി കുറഞ്ഞു വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. അതിനനുസരിച്ചിട്ടുള്ള അപ്ലിക്കൻസിൻ്റെ എണ്ണത്തിലും വലിയ തോതിലൊരു കുറവുണ്ടാവും. കാര്യം പല ആളുകളും എന്താണ്, ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്നത് കുറേ വേക്കൻസി കണ്ടിട്ടാണ്. ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾ വേക്കൻസി കണ്ടുകൊണ്ട് മാത്രമായിരിക്കരുത് ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ ഈ എക്സാമിലൂടെ എന്താണ് നിങ്ങൾ എയിം ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ് അല്ലേ. അപ്പം നിങ്ങളൊരു ഇലക്ട്രിക്കൽ ആണെങ്കിൽ കോർ ഫീൽഡിൽ, അല്ലെങ്കിൽ നിങ്ങൾ മെക്കാനിക്കൽ ആണെങ്കിൽ ഒരു കോർ ഫീൽഡ് ജോബാണ് നിങ്ങൾ എയിം ചെയ്യുന്നതെങ്കിൽ, അതും സേഫ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ടാർഗറ്റുകളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. നമുക്ക് ആ ഒരു ബോസ് എംപ്ലോയി എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ള വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട്. ഇപ്പോൾ റെയിൽവേ ജോബിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയാറുണ്ട് അത് ഡിസ്കംഫർട്ടബിൾ ആണെന്ന്. എന്താ മിസ് അതിനെക്കുറിച്ച്? റെയിൽവേ അത് നമ്മുടെ പോസ്റ്റുകൾ അനുസരിച്ച് മാറും. എല്ലാ പോസ്റ്റുകളും ഒരുപാട് ബുദ്ധിമുട്ടുള്ളതല്ല. പിന്നെ എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ പോസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് റെയിൽവേ അവസരം തരുന്നുണ്ട്. നിങ്ങളോട് ഈ ജോലി തന്നെ എടുക്കണമെന്നും പറയുന്നില്ല. അപ്പം നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് അതനുസരിച്ച് ജോബിൻ്റെ നേച്ചറൊക്കെ മനസ്സിലായി. സാർ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ പോസ്റ്റുകളുടെ പ്രത്യേകതകളെ കുറിച്ചിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കി വയസ്സായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് തന്നെ അവസരമുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു കംഫർട്ടബിൾ നിങ്ങളുടെ ജോബ്, അപ്പം നിങ്ങൾ ഡിസൈൻ ആൻഡ് ഡ്രോയിങ് ആണ് താല്പര്യമുള്ള വ്യക്തികളെങ്കിൽ അത് പ്രിഫറൻസ് കൊടുക്കും. പക്ഷേ നമ്മുടെ എയിം എന്ന് പറയുന്ന വേക്കൻസി ചിലപ്പോൾ അതിന് 2 എണ്ണം 3 എണ്ണം ഉള്ളെന്ന് വിചാരിക്കുക. സപ്പോസ് ഉള്ളെങ്കിൽ ആ 3 എണ്ണത്തിൻ്റെ അകത്ത് ഒരാളാവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ്. പിന്നെ നമ്മളെ ആ ഒരു എയിമിനെ കുറിച്ച് തന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത്, അതായത് നമ്മൾ ഈ എക്സാം നേടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന റെക്കഗ്നീഷന്, അതേപോലെ തന്നെ നമ്മുടെ ലൈഫ്, ഇപ്പം നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജസിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഒരു ജോലി ഇല്ലാത്ത സ്റ്റേജോ അല്ലെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു ജോലിയിലോ ആയിരിക്കും ഇപ്പം നിലവിൽ നിങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനേക്കാൾ ഫാർ ബെറ്റർ ആയിരിക്കും നിങ്ങളൊരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയാലും. ഞാനിത് പറയാൻ കാരണം റെയിൽവേ ജോബിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ജോബാണ്, എക്സ്ട്രീം ലെവലിലുള്ള ജോബാന്നൊക്കെ. പക്ഷെ അതിനേക്കാൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടൈമിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എന്താണ് ഒരു ജോലി ഇല്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സോ അത് തന്നെയാണ് നമ്മുടെ ഒക്കെ കരിയറിൽ നമ്മൾ പഠിച്ചിറങ്ങിയിട്ടും ഒരു ജോലി കിട്ടാത്തത് നമുക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ആ ഒരു ഫയർ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജേർണി കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതായത് ഈ ജോലിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അതായത് നമ്മുടെ കരിയർ, ഈ ഒരു ജോലിയിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങളെ കരിയർ വൈസ് ആണെങ്കിലും സൊസൈറ്റിയിലുള്ള പ്രിവിലേജസ് ആണെങ്കിലും ആലോചിച്ചാൽ മതി. അപ്പം കരിയർ തന്നെ നമ്മുടെ കംപ്ലീറ്റ്ലി മാറും, നമ്മുടെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് മാറും. അപ്പം ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഈ ഒരു ഫയർ നിങ്ങളുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഇന്ന് തന്നെ അപ്ലൈ ചെയ്തിട്ട് ആ ദിവസം തന്നെ പഠിച്ചു തുടങ്ങുക. RRB JEE അടുത്ത 2025 RRB JEE എന്ന് പറയുന്ന പോസ്റ്റ് നിങ്ങൾക്കുള്ളതായിരിക്കണം. അതേപോലെ തന്നെ നല്ല സാലറിയോട് കൂടി തന്നെയാണ് ഇപ്രാവശ്യം. ഓൾറെഡി 50,000-ത്തിനടുത്ത് ഇനീഷ്യൽ സാലറി കിട്ടുന്നുണ്ട്. 60,000 70,000 ഒക്കെ സാലറി വാങ്ങുന്ന ആളുകളുണ്ട്. അത് കൂടാണ്ട് പുതിയൊരു പേ റിവിഷൻ കൂടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സാലറി വളരെ ഉയർന്ന തലത്തിലേക്ക് മാറാനുള്ള എല്ലാവിധ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. റെയിൽവേ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം അത് സേഫ് ആയിട്ടുള്ളൊരു ജോബാണ്. അതായത് യാതൊരു തരത്തിലുള്ള പ്രഷറോ അല്ലെങ്കിൽ ജോബ് സെക്യൂരിറ്റിയോ അവിടെ നിങ്ങൾക്ക് റിസ്ക് ആവുന്നില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ആലോചിക്കുക. സ്വാഭാവികമായിട്ടും ഈ വീഡിയോയുടെ താഴെ വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് എന്തുകൊണ്ട് നമ്മൾ റെയിൽവേ ജോബ് റിസൈൻ ചെയ്തു എന്നുള്ളത്. അതിനെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. നമുക്ക് എല്ലാവർക്കും ഓരോ പാഷൻ ഉണ്ടായിരിക്കും. ചിലർ ആ പാഷൻ പ്രൊഫഷൻ ആക്കി മാറ്റും, ചിലർ പാഷൻ സൈഡിൽ കൂടെ കൊണ്ടു. അപ്പം നമുക്ക് പാഷൻ പ്രൊഫഷൻ ആക്കുക എന്നുള്ളതായിരുന്നു അൾട്ടിമേറ്റ്ലി നമ്മുടെ ഒരു ലക്ഷ്യം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ടീച്ചിങ്ങിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് ആൻഡ് വി ആർ സാറ്റിസ്ഫൈഡ്. അതുകൊണ്ടാണ് നമ്മൾ RRB JEE എന്ന് പറയുന്ന പോസ്റ്റ് അത് നമുക്ക് കിട്ടി. പക്ഷേ നമ്മുടെ അൾട്ടിമേറ്റ് പാഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ആയിരുന്നു. അതുകൊണ്ടാണ് ടീച്ചിങ്ങിൽ നിൽക്കുന്നത്. ഇപ്പം ഞാനും അതേപോലെ തന്നെ ഈ ഒരു വേണമെങ്കിൽ അവിടെ നിന്ന് ലീവ് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സസ് എടുക്കാം. പക്ഷെ അപ്പോൾ ഞാൻ അത് എൻ്റെ ഒരു എത്തിക്സിന് ചേർന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മൾ കാരണം ഒരാളുടെ ഓപ്പർച്യൂണിറ്റി അവിടെ മിസ്സായി പോകുന്നുണ്ട്. കാരണം ആ ഒരു സമയത്തൊക്കെ അവിടെ സ്റ്റാൻഡ് ബൈ ലിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് കഴിഞ്ഞാലും അത് മറ്റൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മറ്റൊരാളിലേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ജേണി എടുക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ വിവിധ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസുകളും സ്റ്റേറ്റ് PSC എക്സാംസുകളൊക്കെ ക്ലിയർ ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫീസസിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പഠിച്ച ഉദ്യോഗാർത്ഥികളാണ് കൂടുതൽ പേരും അവിടെ വലിയ പോസ്റ്റുകളിലൊക്കെ ഇരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് കഴിഞ്ഞ വർഷം 25ഓളം ഉദ്യോഗാർത്ഥികളാണ് എൻട്രിയിൽ നിന്ന് RRBJ പോസ്റ്റിലേക്ക് നിയമനം ലഭിച്ച് പോയിരിക്കുന്നത്. സോ ഇനി നമുക്ക് റെയിൽവേയിലും അവരെ കാണാൻ സാധിക്കും. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അടുത്ത പ്രാവശ്യത്തെ RRBJE എക്സാം ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാം. ഇനി അതല്ല, നിങ്ങൾക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെൻറ്റർഷിപ്പും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളും സ്റ്റഡി നോട്ട്സുകളും റിവിഷനും ലൈവ് ക്ലാസ്സുകളും മെൻറ്റർഷിപ്പും എല്ലാം വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു കംപ്ലീറ്റ് പാക്കേജാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രിയുടെ RRBJE ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വർഷത്തെ എക്സാം നിങ്ങളുടേതാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.